മോളെ പവിഴാവും. എന്താച്ചാ തിരുപ്പതി ഭഗവാനെ കണ്ടോ? ഉച്ചക്ക് വിളിച്ചതാ കസ്റ്റമർ, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. വെയിറ്റ് ചെയ്യാ. വെയിറ്റിംഗ് ചാർജ് തരാന്നാ പറഞ്ഞേ. ആ വണ്ടിയിൽ കസ്റ്റമർ കയറി. അച്ഛൻ പിന്നെ വിളിക്കാമേ. ഓക്കെ. എന്താ പറഞ്ഞത്? ഇപ്പോഴാണോ കസ്റ്റമറെ പിക്കപ്പ് ചെയ്യുന്നത്? അതൊക്കെ പിന്നെ സംസാരിക്കാം. എന്താ സാറേ, തിരുപ്പതി ഭഗവാനെ കാണാൻ വേണ്ടി പോവല്ലേ? അതെനിക്കൊരിക്കലും സെറ്റ് ആവത്തില്ല. ഇതെന്താ തുടക്കത്തിലെ ഉഴപ്പാണല്ലോ. പിന്നെ എന്തിനാ അമ്പലത്തിലേക്ക് ഓട്ടോ എന്നും പറഞ്ഞ് വിളിച്ചത്? അയ്യോ ദൈവമേ, അയ്യോ ഇതെന്താ? എന്താ പേടിച്ചു പോയോ? ലോങ്ങിലുള്ള ഓട്ടോ അല്ലേ, അതുകൊണ്ട് നിനക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ. നീ നല്ല ധൈര്യശാലിയാ. പോ. എന്താടാ? കഷ്ടകാലം പിടിച്ച സമയത്താണല്ലോ ദൈവമേ ഓട്ടത്തിന് വന്നത്. സാറേ പാട്ടിടട്ടെ? വേണ്ട, ഞാൻ പാടട്ടെ. അയ്യോ വേണ്ട വേണ്ട. നല്ല കാര്യം ഇതിനകത്ത് കയറി മുഖംമൂടി കൂരിയത്. ഓട്ടത്തിനായിരുന്നെങ്കിൽ എല്ലാം കുഴഞ്ഞു പോയേനെ. ക്ഷേത്രത്തിലേക്ക് ഹൈവേ വഴി അല്ലായിരുന്നോ പോവേണ്ടത്? ഞാൻ നിന്നെ ഷോർട്ട് കട്ടിൽ കൊണ്ടുപോക്കണം. വാ. എനിക്കറിയാൻ വയ്യാത്തൊരു ഷോർട്ട് കട്ട് ഏതാണോ ആവോ. ഒച്ചത്തിൽ സംസാരിക്കാതെ. ഇവിടെ ഉറങ്ങിക്കിടക്കുന്നവരെല്ലാം എഴുന്നേറ്റ് വരും. സാറേ സാറേ നോക്ക്, ഞാനിവിടെ തന്നെ നിൽപ്പുണ്ട്. വെറുതെ കിടന്ന് ഒച്ച ഉണ്ടാക്കണ്ട. അല്ല, എന്തിനാ ഇവിടെ വന്നിറങ്ങിയത്? ഇതെന്താ ഈ ശ്മശാനത്തിൽ എന്തിനാ വണ്ടി കൊണ്ട് നിർത്തിയത്? ഓ, തിരുപ്പതി ഭഗവാനെ കാണുമല്ലേ? നിങ്ങളല്ലേ സാക്ഷാൽ ഭഗവാനെ കാണണമെന്ന് പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞതാ. എന്നാ നമുക്ക് കണ്ടാലോ? ഇവിടെ എങ്ങനെ കാണുന്നു? നോക്ക്, ഇവന്റെ പേരാ തിരുപ്പതി. എന്തോന്ന് ചേട്ടാ? ഇവൻ പെരുമാള്. എന്തിനാ ചേട്ടായി എന്നോട് ചതി? ഒരു വാല്യുബിൾ കസ്റ്റമർ വിളിച്ചാ ഒന്നുകിൽ വരുമെന്ന്, ഇല്ലെങ്കിൽ വരത്തില്ല എന്ന് പറയണം. അതൊന്നും അല്ലാതെ ആരാടാ പെണ്ണ്? തുണിയെടുത്തവൻ പോലും നാണിക്കുന്ന തരത്തിലുള്ള വർത്താനല്ലായിരുന്നു. ആടാ, ഇവനോടൊന്ന് സംസാരിച്ചതിന്റെ നമുക്ക് കാര്യമില്ല. നമുക്ക് പോവാം. എത്ര നേരം എന്ന് വെച്ചാ നീ വാ. പണ്ടാരടങ്ങാൻ അവളോട് ഞാൻ പറഞ്ഞതാ, കസ്റ്റമർ എന്നെ ഒന്നും പറയല്ലേ പറയല്ലേന്ന്. ഈ പാതിരാത്രിക്ക് ശ്മശാനത്തിൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയില്ല ദൈവമേ. അച്ഛാ, എന്താ പ്രേതബാധ കൂടിയ പോലെ? പ്രേതം കൂടിയത് തന്നെയാ. നിന്റെ അച്ഛനെ ശ്മശാനത്തിൽ കൊണ്ട് വിട്ടിട്ട് പോയില്ലേ അവര്? ലെഫ്റ്റിൽ നിന്ന് അരി കുരയ്ക്കുന്നു, റൈറ്റിൽ നായ് കുരയ്ക്കുന്നു, മുന്നിലാണെങ്കിൽ ശവങ്ങൾ എരിഞ്ഞ് പുക പൊങ്ങുമല്ലേ. അതിലൊരു ശവമാണെങ്കിലുണ്ടല്ലോ, തീക്കിടെ നിന്നിട്ട് ചുമ്മാ ചാടി ചാടി ഡാൻസ് കളിക്കുമായിരുന്നു. ആദ്യം ഷർട്ട് എടുത്ത് മാറ്റി. എന്തിനാ മോങ്ങുന്നേ? കാർ സ്റ്റാർട്ട് ചെയ്ത് എടുത്തോണ്ട് പോന്നാ പോരായിരുന്നോ? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനാ? കീ ഇടുമ്പോ കേറുന്നില്ല, കീ ഇട്ടാ സ്റ്റാർട്ട് ആകുന്നുമില്ല, ആക്സിലേറ്റർ അനങ്ങുന്നുമില്ല, കണ്ണാടിയെല്ലാം ആനയുടെ ചെവി പോലെ അടിക്കുക. ഭൂതപ്രേതാദികളെല്ലാം കാറ് തനിയെ റിവേഴ്സിലേക്ക് കൊണ്ടുവിട്ടില്ലേ. അച്ഛനാണെങ്കിൽ പേടിച്ച് കാറിപ്പോയി മോളെ. ആദ്യത്തെ ട്രിപ്പിൽ ഇത്രയും പ്രശ്നങ്ങളോ? നമുക്കൊന്ന് കുടുംബക്ഷേത്രത്തിലേക്ക് പോയിട്ട് വന്നാലോ? എന്താ പറഞ്ഞ? കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജ ചെയ്തിട്ട് വന്നാലോന്നു. എല്ലാം നല്ലതിന് വേണ്ടിയാ. അവളുടെ വായിൽ തന്നെ അവള് പറഞ്ഞല്ലോ, കുടുംബക്ഷേത്രത്തിൽ നൈസായിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവളുടെ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കാം. എന്താ മിണ്ടാത്തെ? പോണോ വേണ്ടിയോ പറ. പവിഴമോളെ, എങ്ങനെയുണ്ട് നമ്മുടെ കാറ്? എത്ര പെട്ടെന്നാണ് നമ്മൾ വന്നതല്ലേ? സുഖമായിട്ടുള്ള ഈ വരവ് ഒരിക്കലും നമുക്ക് മറക്കാനാവില്ല. ഇതെന്താ നട റോഡിൽ പോസ്റ്റ് കൊണ്ട് വെച്ചിരിക്കുന്നത്? ലൈറ്റിന്റെ വെളിച്ചത്തിൽ കിളവിക്ക് കണ്ണ് കാണാതെ പോയി. സാരമില്ല, ഒന്ന് നിർത്തിക്കേ. കാറും പഞ്ചർ, തള്ളയും പഞ്ചർ. എങ്ങോട്ട് പോവാണ്? ആരുടെ കൂടെയാ വന്നിരിക്കുന്നത്? എന്റെ മോളെ കൊണ്ട് കുടുംബക്ഷേത്രത്തിലേക്ക് തൊഴാൻ വേണ്ടി പോവാ. എന്താ വേണ്ടേ? നീ വരേണ്ട സ്ഥലമല്ല, മര്യാദക്ക് പോകുന്ന നല്ലത്. എന്താ തള്ളെ പിച്ചും പേയും പറയുന്നേ? ദേ കേട്ടോ, വീട്ടിൽ മരുമോനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അത് അവിടെ തന്നെ അങ്ങ് തീർത്താണ്. ഇങ്ങോട്ട് വന്നേക്കരുത്. ഞങ്ങളുടെ വഴി തടയുന്നോ? മാറി നിൽക്കുന്നളെ. അച്ഛാ, സന്യാസിനിയാണെന്ന് തോന്നുന്നച്ചാ. സന്യാസിനി വന്നെ മരുമോനുമായിട്ടുള്ള പ്രശ്നത്തിലെ കോട്ടറും കഞ്ചാവ് ഓടിച്ച് കാട്ടിനകത്ത് ചുറ്റിക്കറങ്ങുന്ന തള്ളയുടെ പണി പിന്നല്ലാതെ. മാറി നിൽക്കി തള്ളേ. മൂക്കൂത്തി അറുത്ത് കുണ്ടലോർത്ത് ഞാൻ എന്റെ ജോലിക്ക് പോകും. മാറി നിൽക്കാൻ. വിചാരിക്കുന്നതൊന്നും നടക്കില്ല. ഈ തള്ള പറയുന്ന കേട്ടോ മോളെ. കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി കാറ് മേടിച്ച് കുടുംബക്ഷേത്രത്തിലേക്ക് പോകാന്ന് വെച്ചപ്പോ ദേ ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കല്ലേ. നീ വിചാരിക്കുന്നതൊന്നും നടക്കില്ല.
അച്ഛാ എന്താ അച്ഛാ ഇത്? വേണ്ട മോളെ, കൺഫ്യൂഷൻ വേണ്ടാന്ന്. ഏതോ ഒരു പരട്ട കിളവി വണ്ടിയുടെ മുന്നിൽ വന്ന് തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കാര്യമാക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് പോകാവുന്നേ, സാരമില്ല. എന്തു പറ്റിയച്ചാ? കാർ നീങ്ങുന്നില്ലല്ലോ. മൺ റോഡല്ലേ മോളെ, അതുകൊണ്ടാ. വാ, നമുക്കൊന്ന് ഇറങ്ങി പതുക്കെ നടക്കാം. മോനെ മോനെ എഴുന്നേക്ക് മോനെ മോനെ ആരാടാ നീ? ഹേയ്, ആരാന്നാ ചോദിച്ചേ? ഇതാ സാർ അഡ്വാൻസ് 5 കൊടുക്കുക. വളരെ സൂക്ഷിച്ചുകൊണ്ടണം. പണം തരുന്ന കണ്ട് നീ എന്നെ ഫോളോ ചെയ്യായിരുന്നു അല്ലടാ?
गाड़ी के अंदर जो पैसे है वो लेके चलो, बाद में देखेंगे। ठीक है भाई।